ജീവിതത്തിൽ പരാജയത്തിൻ്റെ കയ്പ് അനുഭവിച്ചുകൊണ്ട് ഭാരപ്പെടുന്ന വ്യക്തിയാണോ നിങ്ങൾ? ദൈവത്തിന് നിങ്ങളെ പണിയാൻ പദ്ധതിയുണ്ട്. ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. യിരെമ്യാ പ്രവചനം 18-ാം അധ്യായത്തിലൂടെ നാം കണ്ണോടിക്കുമ്പോൾ യിരെമ്യാവ് എന്ന പ്രവാചകനെ ദൈവം കുശവൻ്റെ പണിസ്ഥലത്തേക്ക് അയക്കുന്ന ഒരു രംഗമാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. കുശവൻ്റെ വീട്ടിലെത്തിയപ്പോൾ അവൻ മണ്ണ് കുഴച്ച് മനോഹരമായ ഒരു പാത്രം ഉണ്ടാക്കി. എന്നാൽ അതുണ്ടാക്കി അവൻ്റെ കയ്യിലിരിക്കുമ്പോൾ തന്നെ അത് ചീത്തയായി കേടായി പോയതായിട്ട് കാണാൻ കഴിയും. എന്നാൽ കേടായിപ്പോയ പാത്രത്തെ, ചീത്തയായിപ്പോയ പാത്രത്തെ അങ്ങനെ തന്നെ ഉപേക്ഷിക്കാതെ അതിനെ ഉടച്ച് വീണ്ടും കുഴച്ച് നല്ല മനോഹരമായ മറ്റൊരു പാത്രമായി കുശവൻ മെനയുന്നത് യിരെമ്യാ പ്രവചകൻ കാണുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ നാം എന്തൊക്കെയോ ആയിത്തീരണമെന്ന് ആഗ്രഹിച്ചു, എന്തൊക്കെയോ ചെയ്തെടുക്കണമെന്നൊക്കെ നമ്മുടെ പ്ലാനിലും പദ്ധതിയിലും ഉണ്ടായി. അതിനുവേണ്ടി നാം ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. പക്ഷേ ആ ഒരു അച്ചീവ്മെൻറ്റിലേക്ക് എത്തുവാൻ നമുക്ക് ഒരുപക്ഷെ കഴിഞ്ഞിട്ടില്ലായിരിക്കും. ആ നിരാശ നിങ്ങളെ പിന്തുടരുന്നുണ്ടാവും. എന്നാൽ ഇന്ന് പ്രഭാതത്തിൽ ഈ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഓർപ്പിക്കട്ടെ, ദൈവത്തിന് നിങ്ങളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. ഏതെങ്കിലും ഒരു പദ്ധതി മുടങ്ങിപ്പോയി എന്ന് വെച്ച് നിങ്ങൾ തീർത്തും പരാജയപ്പെട്ട വ്യക്തിയല്ല. നിങ്ങളെ പണിത് മനോഹരമായ മറ്റൊരു പാത്രമായി, അനേകർ മാനിക്കുന്ന ഒരു മാനപാത്രമായി തീർക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ആ കുശവനാകുന്ന, നല്ല കുശവനാകുന്ന ദൈവകാര്യങ്ങളിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുത്താൽ, നിന്റെ ഹിതം പോലെ എന്നെ പണിയണമേ, നിന്റെ ഇഷ്ടത്തിനനുസരണം എന്നെ രൂപപ്പെടുത്തണമേ എന്ന് സമർപ്പണത്തോടെ ദൈവഹിതത്തിനായി നമ്മെ ഏൽപ്പിച്ചു കൊടുത്താൽ തീർച്ചയായും കർത്താവ് നമ്മളെ പണിയും. അതിനായിട്ട് നമ്മെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവ് നമ്മെ പണിയട്ടെ, കർത്താവ് നമ്മെ ശുദ്ധീകരിക്കട്ടെ. ഒരുപക്ഷെ വലിയ തകർച്ചയുടെ അഗാധതയിലേക്ക് കൂപ്പുകുത്തുവാൻ ഇനിയും ചില നിശ്ചിത ദൂരം മാത്രമേ നമ്മുടെ മുമ്പിൽ അവശേഷിക്കുന്നുണ്ടെങ്കിലും ആ അവസാന നിമിഷത്തിലും കർത്താവ് നമ്മെ മടക്കി വരുത്തുവാൻ, നമ്മെ പണിയുവാൻ മതിയായവനാണ്. കർത്താവിൻ്റെ വചനം യിരെമ്യാ പ്രവചനത്തിലൂടെ ഇങ്ങനെ ഓർപ്പിക്കുന്നു, ഞാൻ ഏതെങ്കിലും ജാതിയെക്കുറിച്ചോ ദേശത്തെക്കുറിച്ചോ ഒക്കെ അവരെ നശിപ്പിക്കുമെന്ന്, അവരുടെ പ്രവൃത്തി മൂലം, അവരുടെ പാപം മൂലം അവരെ നശിപ്പിക്കുമെന്ന് ഞാൻ അരുളി ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ആ ദോഷം വിട്ടുതിരിഞ്ഞ് എങ്കിലേക്ക് മടങ്ങി വന്നാൽ ഞാൻ അവരോട് അനുദപിക്കും. ഞാൻ അവർക്ക് ചെയ്യാൻ ഉദ്ദേശിച്ചതിനെ പറ്റി അനുദപിക്കും. അവരെ ഞാൻ വീണ്ടും യഥാസ്ഥാനപ്പെടുത്തും. ഒരു യഥാസ്ഥാനത്തിനായി, ഒരു പുതിയ പണിക്കായി, ഒരു പുതിയ മാനപാത്രമായി തീരാനായി ഈ പ്രഭാതത്തിൽ നമ്മെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. സർവശക്തനായ ദൈവം നമ്മെ എല്ലാവരെയും